8 നാൾ പിന്നിട്ടിട്ടും തങ്ങളുടെ മുഖ്യമന്ത്രി ആരാണെന്ന് പ്രഖ്യാപിക്കാൻ UDFന്, കോൺഗ്രസിന്, ഹൈക്കമാൻഡിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അനിതര സാധാരണമായ ഒരു കീഴ്വഴക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. MLA മാർ കൂടി നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നു. ആ നിയമസഭാ കക്ഷി നേതാവ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വളരെ ലളിതമായ ഫോർമുലയാണിത്. എന്നാൽ ഇലക്ഷനിൽ മത്സരിക്കാത്ത, ഇപ്പോൾ MLA അല്ലാത്ത ഒരാളെ ഈ സ്ഥാനത്തേക്ക് നിയമിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു. ഇതാണ് ഇവിടുത്തെ കാതലായ പ്രശ്നം. ആര് മുഖ്യമന്ത്രിയാകണം എന്ന് തീരുമാനിക്കുന്ന ഒരാൾ സ്വയം മുഖ്യമന്ത്രിയാകാൻ സന്നദ്ധനാവുകയും അങ്ങനെ ഹൈക്കമാൻഡ് ആ ആളിനെ സെലക്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ആ പേര് വെളിപ്പെടുത്താൻ അവർക്ക് സാധിക്കുന്നില്ല. ഈ ഒരു കാലതാമസമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് എടുക്കുന്നത്. സോഷ്യൽ മീഡിയ ലൈക്കുകളുടെയോ അല്ലെങ്കിൽ ഫ്ലക്സ് ബോർഡുകളുടെയോ ആളുകളുടെ പ്രകടനങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കേണ്ടത് എന്ന കാര്യം തീർച്ചയാണ്. KC വേണുഗോപാലിൻ്റെ യോഗ്യതയെക്കുറിച്ച് ഇവിടെ ഒരു തർക്കവുമില്ല. അദ്ദേഹം സർവ്വതാ യോഗ്യനാണ്. പക്ഷേ ഈ മത്സരത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിച്ചുകൊണ്ട് ഭരണം കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നുവെങ്കിൽ, മഹാഭൂരിപക്ഷം ലഭിക്കുമെന്ന് ആത്മവിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം മത്സരത്തിൽ പങ്കെടുക്കുമായിരുന്നു. ഹൈക്കമാൻഡിന് സാങ്കേതികമായി കൂടുതൽ MLA മാരുടെ പിന്തുണയുള്ള, കൂടുതൽ MP മാരുടെ പിന്തുണയുള്ള, KPCC പ്രസിഡന്റുമാരുടെ പിന്തുണയുള്ള, കേരളത്തിലെ നേതാക്കളുടെ പിന്തുണയുള്ള KC വേണുഗോപാൽ എന്ന ഹൈക്കമാൻഡിൽപ്പെട്ട ഒരാളെ, AICC ജനറൽ സെക്രട്ടറിയെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കാൻ കഴിയും. അതവർ പ്രഖ്യാപിക്കുകയും ചെയ്യും. ഈ വിഷയത്തിൽ കോൺഗ്രസിന് മഹാ അബദ്ധം സംഭവിക്കുകയാണ്. ഈ നടപടിയിലൂടെ ചരിത്രപരമായ ഒരു വിഡ്ഢിത്തമാണ് കോൺഗ്രസ് ചെയ്യാൻ പോകുന്നത്. പിൻവാതിലിലൂടെ ഒരാളെ അന്യായമായി നിയമിക്കാനുള്ള സാവകാശമാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എടുക്കുന്നത്. ഇത് കോൺഗ്രസിന്, UDFന് ഏൽപ്പിക്കുന്ന പരിക്ക് വളരെ വലുതായിരിക്കും. ഇപ്പോൾ തന്നെ വോട്ട് ചെയ്ത ജനങ്ങളെ ഏതാണ്ട് വെറുപ്പിച്ചിരിക്കുന്നു. UDFന് സെക്കൻഡ് ടേം കിട്ടില്ല എന്ന് ഈ 8 ദിവസത്തിനുള്ളിൽ UDF ഉറപ്പിച്ചിരിക്കുന്നു. അടുത്ത ടേം തുടർഭരണം UDFന് ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിക്കാൻ ഈ വിവാദം സഹായിച്ചിരിക്കുന്നു.